പ്രിയപ്പെട്ട സ്നേഹസ്വരൂപരെ, നമ്മൾ അബ്ദുക്ക അരീക്കോട് വളരെ വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് കോളുകൾ വരുന്നു, പല സ്ഥലത്തുനിന്ന് ആളുകൾ അന്വേഷിച്ച് വരുന്നു, നിരന്തരം ഫോണുകൾ ചെയ്യുന്നു ഈ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട്. ഇപ്പോൾ ബാപ്പുട്ടിക്കൊക്കെ അറിയാം, എന്നേക്കുന്ന പോലും കുട്ടികൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഴവെള്ള സംഭരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. നിരന്തരം നമ്മളിതിൽ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഇതിപ്പോൾ പറയാൻ കാരണം, എൻ്റെ സഹോദരന്മാർ, നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഗ്രൂപ്പിലില്ല ഓരോരുത്തർക്കും ഇത് ഷെയർ ചെയ്യണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിഭയാനകമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ് അതൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ കൊല്ലത്തെ ഇപ്പം എല്ലാവർക്കും അറിയല്ലോ, എല്ലായിടത്തും വെള്ളത്തിന് ക്ഷാമമാണ്. ഏത് പറ്റാത്ത കിണറും പറ്റി. ഇതിൻ്റെയൊക്കെ കാരണം നമ്മളെ പ്രവൃത്തി തന്നെയാണെന്നതിന് ഒരു സംശയം വേണ്ട. ഖുർആൻ പറഞ്ഞതുപോലെ ആകാശത്തും ഭൂമിയിലും വെള്ളത്തിന് നാശം ഉണ്ടാവുകയാണ്. അത് മനുഷ്യന്റെ കരം കൊണ്ടാണെന്നാണല്ലോ പറഞ്ഞത്. അത് വളരെ സത്യമായി ഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും കുടിക്കാൻ വെള്ളം നമുക്ക് മണ്ണിന്ന് കിട്ടണം. പക്ഷേ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഓരോരുത്തരുടെ പറമ്പിൽ പെയ്യുന്ന വെള്ളത്തെ ഒരു തുള്ളി പുറത്ത് കളയാതെ സംഭരിക്കുക. അതിന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയാണ് അബ്ദുക്ക കണ്ടെത്തിയത്. വേറെല്ല ഏത് പദ്ധതിക്കും ഒരുപാട് കോസ്റ്റ്ലി വരും. അപ്പം അത്ര കോസ്റ്റ്ലി ചെയ്യുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞുതരാം. നമ്മളെ പെരമ്പിൽ പെയ്യുന്ന വെള്ളം മുഴുവനും പാത്തി വഴി കിണറിൻ്റെ അടുത്ത് നിന്ന് 3 അല്ലെങ്കിൽ 5 മീറ്റർ വിട്ട് ഒരു മീറ്റർ ചുറ്റളവിൽ, 1 മീറ്റർ ആഴം 1 മീറ്റർ ചുറ്റളവിൽ ഒരു കുഴി കുത്തുക. വെറുതെ കുഴി കുത്തുക, പടുക്കൊന്നും വേണ്ട. അതിൽ നിറച്ച് ചകിരിപ്പൊളി നല്ലോണം കമത്തി അടുക്കി വെച്ച് വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഫുള്ളാക്കിയിട്ട് സാധാരണ ഭൂമി നിരപ്പുന്ന ഒരു അടിയും കൂടി ഉയരത്തിൽ പൊക്കി വെച്ചിട്ട് അതിന് ചുറ്റും ഒരു കല്ല് വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് പുറത്തില്ല മുറ്റത്തില്ല മഴവെള്ളം നയിക്കി ചാടാതെ നിൽക്കുക. വീടിൻ്റെ മൊത്തം പാത്തിയിൽ നിന്ന് വരുന്ന വെള്ളം അതിൻ്റെ മുകൾക്കാണ്ട് വിട്ടാൽ എത്ര വലിയ മണിക്കൂർ കണക്കിന് മഴ പെയ്താലും അത് നിറയില്ല. അതങ്ങനെ ഭൂമിക്ക് കുടിച്ച് പോയിക്കോളും. മാത്രമല്ല, ഈ ചേരിപ്പൊളി ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കൗത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മണ്ണര വന്നിട്ട് ഭൂമിയിലേക്ക് അത് താഴ്ന്നു പോകും. അങ്ങനെ ഒരൊറ്റ കൊല്ലം ചെയ്താൽ നമ്മൾ കിണറിലൊക്കെ വെള്ളം ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്നതിന് പറയാം ഇംഗ്ലീഷിൽ. അതായത് ഭൂമിൻ്റെ അന്തർജല സംഭരണി നിറഞ്ഞിരിക്കുകയും വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ കിണറിലേക്ക് ഇത് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം അബ്ദുക്ക വെറുതെ പറയില്ല, 15 കൊല്ലമായിട്ട് അബ്ദുക്ക നടപ്പിലാക്കിയ സംഗതി ആണിത്. ഇതിപ്പം എല്ലാവരും വന്ന് നോക്കി കണ്ടതാണ്. ഇപ്പം ഈ കൊല്ലം അരീക്കോട് പ്രദേശത്ത് ഏകദേശം 4-5 ഇടമഴ കിട്ടി. ഈ ഇടമഴ കിട്ടിയ വെള്ളം നമ്മൾ ഇതേമാതിരി വളരെ നമ്മുടെ സംഭരണിയിലും സംഭരിച്ചുകൊണ്ട് എൻ്റെ കിണറിൽ അരക്കോളം വെള്ളം, അതായത് 1 മീറ്ററോളം വെള്ളം പൊങ്ങി നിന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നാൽ എല്ലാവർക്കും കാണാവുന്നതാണ്. 5-6 ബോട്ടിലേക്കുള്ള വെള്ളം നമ്മളാണ് കൊടുക്കുന്നത്. ഇവിടെ മോട്ടർ വെച്ചേക്കാണ്. റോഡിലേക്ക് ഒരു വെള്ളം ഹൈവേ കൂടെ പോണൽക്കൊക്കെ കുടിക്കാനും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്താലും കിണറിൽ വെള്ളം ബാക്കിയാണ്. ഈ വർഷത്തെ ഇടമഴ പോലും നമ്മൾ കിണർക്ക് ഫിൽട്ടർ ചെയ്ത് പിന്നെ താഴ്ത്താൻ കഴിഞ്ഞ്. മാത്രമല്ല, എൻ്റെ അടുത്തുള്ള വീട്ടുകാർ കൂടി എൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഇത് അന്വേഷിച്ചുകൊണ്ട് കാണാൻ എന്താ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പ്രത്യേകമായിട്ട് അബ്ദുക്കാക്ക് പറയാനുള്ളത്, ഈ ഒരു പണി എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ചെയ്യാം. ഇനി കിണറില്ലാത്തോലും ഇത് ചെയ്തോളി. കോയൽക്കിണറിൻ്റെ അടുത്ത് വേണമെങ്കിൽ ചെയ്യാം. കോയൽക്കിണറിൻ്റെ അടുത്ത് ചെയ്യണമെങ്കിൽ വേറൊരു വ്യത്യസ്തമായ രൂപമാണുള്ളത്. അതും നമ്മൾ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പറിൽ ഇട്ടോളി, അബ്ദുക്കാന്ന് പറഞ്ഞാണ്ട് ഇട്ടാൽ മതി. ആര് ചോദിക്കുകയാണെങ്കിലും നമ്മളിത് പറഞ്ഞു കൊടുക്കാം. ആണെങ്കിലും ഇനിയിപ്പം കുറേ ദൂരത്തൊക്കെ ആണെങ്കിൽ വണ്ടിക്കൂലി തരികയാണെങ്കിൽ നമ്മൾ പോയാണ്ട് ഓർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നില്ല പറഞ്ഞു കൊടുക്കാം. അതിനൊന്നും വേണ്ട, നമുക്കൊരു വേറെ ഒരു പൈസ തരികയോ ഒന്നും വേണ്ട. നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. വിട്ടുക്കൊക്കെ ആണെങ്കിൽ ഒരു വണ്ടിക്കൂലി എടുക്കുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും ഈ പണി ചെയ്യാം. ഏത് പറ്റണ കരിമ്പാറപ്പുറത്തുള്ള കിണറും 2 കൊല്ലം കൊണ്ട് ജലസമൃദ്ധമായി കിട്ടുന്നില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. എല്ലാവരും ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. കാരണം പല കോളേജുകളിൽ നിന്നും പിന്നെ ടെക്നിക്കൽ കോളേജുകളിൽ നിന്നൊക്കെ ആളുകൾ അരികൾ വന്നിട്ട് കണ്ടു പോവാണ്. ഇത് സത്യമാണ്. യാതൊരു കള്ളത്തരവുമില്ല, ഒരു ചെലവുമില്ല. മാത്രമല്ല, നമ്മളെ ഭൂമിയിൽ പെയ്യുന്ന വെള്ളത്തെ നമ്മളെ ഭൂമിക്ക് തന്നെ താത്തേണ്ട ഒരു സംവിധാനമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. ആരും ഇത് ഉപേക്ഷ കാണിക്കരുത്. എല്ലാവരും ഇത് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത കൊല്ലം ഈ കൊല്ലം ഉണ്ടായ ഗതി ഇനി നമുക്ക് അടുത്ത കൊല്ലം വരാതാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. കോയൽക്കിണറിൻ്റെ
സംഭരണി ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാരും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു.